ഇന്ന് നമ്മൾ പറയുന്നത് മഹാശിവരാത്രി ആചരണമാണ്, ആഘോഷമല്ല. കാരണം പാലാഴി മദനം നടക്കുന്ന സമയം വാസുകി അവശതയായി കഴിയുമ്പോൾ ഹലാഹലം എന്ന് പറയുന്ന കാളകൂട വിഷം വാസുകി ഛർദ്ദിക്കുകയും അങ്ങനെ ദേവദേവൻ മഹാദേവൻ തൻ്റെ രണ്ട് കൈക്കുമ്പിളിൽ വാങ്ങി പാനം ചെയ്യുകയും ചെയ്തപ്പോൾ, എന്തിനാണ് ഭഗവാൻ പാനം ചെയ്തത്? കാരണം ഇത് ഭൂമിയിൽ വീണാൽ ഭൂമി നശിച്ചു പോകും, സർവ്വ ചരാചരങ്ങളും ഇല്ലാതാകും. അതുകൊണ്ട് ഭൂമിയിൽ വീഴാതിരിക്കാൻ വേണ്ടി ദേവദേവൻ മഹാദേവൻ പാനം ചെയ്ത് ദേവി പാർവതി ഭഗവാന്റെ കൊങ്ങയിൽ കയറി പിടിച്ചു, തൊണ്ടയിൽ കയറി പിടിച്ചു. അങ്ങനെ മുകളിൽ താഴെയുമായി പിടിച്ചു കഴിഞ്ഞപ്പോൾ ഭഗവാന്റെ കഴുത്തിൽ മുഴ രൂപം കൊള്ളുകയും അതിൻ്റെ ബാക്കി പത്രമായി ആണുങ്ങളുടെ കഴുത്തിൽ മുഴയുണ്ടാവുകയും പിന്നീട് ഈ വിഷം തങ്ങി നിന്ന സ്ഥലത്ത് നീല കളറാവുകയും അങ്ങനെ ഭഗവാൻ നീലകണ്ഠനായി നിലം പതിക്കുകയും ചെയ്തു, ബോധരഹിതനായി നിലം പതിക്കുകയും ചെയ്ത ദിവസമാണ് മഹാശിവരാത്രി. അപ്പോൾ ദേവദേവൻ മഹാദേവൻ ലോക സംരക്ഷണാർത്ഥം ഭഗവാൻ ത്യാഗം സഹിച്ച് ബോധരഹിതനായി വീണ ദിവസം, ഭഗവാൻ ഉണർന്നു വരുന്നവരെ നമ്മൾ ഭഗവാന്റെ ഉയർത്തെഴുന്നേൽപ്പിന് വേണ്ടി നമഃശിവായ മന്ത്രം ജപിച്ചുകൊണ്ട് ഭഗവാന്റെ കീർത്തനങ്ങൾ, ദേവകീർത്തനങ്ങളെല്ലാം ജപിച്ചു കൊണ്ടിരിക്കേണ്ട പുണ്യദിനമാണ് മഹാശിവരാത്രി. അന്ന് ഡാൻസ് കളിക്കാനോ തുള്ളിച്ചാടാനോ പാടില്ല. കാരണം നമ്മുടെ പിതാവ് മരണത്തോട് മല്ലടിച്ച് കിടക്കുന്ന ആ ഒരു ഫീലോടുകൂടി നമ്മുടെ പ്രകൃതിയിൽ പോലും കാറ്റടിക്കുകയോ മഴ പെയ്യുകയോ ഒരു ചരാചരങ്ങൾക്കും ഒരു ദേവതകൾക്കും ശക്തിയില്ലാതെ പോകുന്ന ഈ ദിവസത്തിൽ യാത്രകൾ അരുത്. അതേപോലെ തന്നെ ശുഭകാര്യങ്ങളൊന്നും ചെയ്യാതിരിക്കുക, എല്ലാം ക്ഷേത്ര ദർശനത്തിലേക്ക് മാത്രമാക്കുക. അപ്പോൾ നിങ്ങൾ അറിയേണ്ടത് എന്താണ്? പ്രണവമലയിൽ, ദക്ഷിണ കൈലാസമായി വിളങ്ങുന്ന പ്രണവമലയിൽ ദേവദേവൻ മഹാദേവൻ്റെ പൂർണ്ണപ്രതിഷ്ഠ നടത്തിക്കൊണ്ട് ജനങ്ങൾക്ക് ജീവിതം തിരിച്ചു നൽകുന്ന ഏക മഹാദേവ ക്ഷേത്രമാണ് കേരളത്തിൽ എറണാകുളം ജില്ലയിൽ മൂവാറ്റുപുഴ താലൂക്കിൽ വാഴക്കുളം പൈനാപ്പിൾ സിറ്റിക്കടുത്ത് കല്ലൂർക്കാട് കല്ലൂർ പേരമംഗലത്ത് പ്രണവമലയിൽ, അതും നാഗരാജാവിൻ്റെ ഫണത്തിൽ കുടിയിരിക്കുന്ന 26 ദേവതകളിൽ വിളങ്ങുന്നു ദേവദേവൻ മഹാദേവൻ. പൂർണ്ണ പൂജകൾ സ്വീകരിച്ചുകൊണ്ട് ഭഗവാന് 336 കുടം ജലധാര പോരുന്ന നിമിഷം 108 പൂർണ്ണ പ്രദക്ഷിണം നടത്തിയാൽ നിങ്ങളുടെ ജീവിതത്തിലുള്ള എന്ത് പ്രശ്നങ്ങളാണെങ്കിലും അടുത്ത ശിവരാത്രിക്ക് മുമ്പ് പരിഹാരം നിങ്ങൾ തന്നെ നേടിയിരിക്കും. അതാണ് മഹാശിവരാത്രി. അപ്പോൾ അന്നത്തെ ദിവസം ഇവിടെ ഭജനയുണ്ട്. ഞാനും നിങ്ങളെല്ലാവരും ഒന്ന് ചേർന്ന് ഭജനയുണ്ട്. പക്ഷേ ഇൻസ്ട്രുമെൻറ്റ്സ് ഒന്നും ഉപയോഗിക്കില്ല. പകരം നമുക്ക് കൈയടിച്ച് പോലും പാട്ട് പാടാൻ പാടില്ല. ശരിക്കും പറഞ്ഞാൽ പതുക്കെ, അതായത് നമ്മൾ എങ്ങനെയാണോ ഒരാൾ, നമ്മുടെ പിതാവ് ബോധരഹിതനായി കിടക്കുന്ന സമയത്ത് ഭഗവാൻ ഒരു ആശ്വാസം പോലെ ആ ഒരു നിലവാരത്തിൽ സൗണ്ടില്ലാതെയാണ് കൈതട്ടുന്നത് പോലും, അങ്ങനെയുള്ള ഭജനയിലേക്ക് വന്ന് പങ്കെടുത്ത് പിറ്റേ ദിവസം നിങ്ങൾക്ക് മഹാശിവരാത്രി ബലി. കാരണം എന്താ? ദേവദേവൻ്റെ തൃക്കാൽക്കൽ, മഹാദേവൻ്റെ തൃക്കാൽക്കൽ ഇരിക്കുന്ന പിതൃക്കൾ കുടിയിരിക്കുമ്പോൾ ഭഗവാൻ ഉണർന്നു വരുമ്പോൾ ഭഗവാന് വഴിപാട് ചെയ്യുകയും അതോടൊപ്പം തന്നെ പിതൃക്കൾക്ക് ബലിയിടുകയും ചെയ്താൽ അതിൻ്റെ പുണ്യം വേറെ ഒന്ന് തന്നെയാണ്. അതേപോലെ തന്നെ നിങ്ങൾ ഇത്രയും കാലമായിട്ട് ശ്രാദ്ധ ബലി ഇടാതെ പോയിട്ടുണ്ടെങ്കിൽ പ്രായശ്ചിത്ത ബലി ഇടിക്കുകയും ചെയ്യും. അപ്പോൾ അതിലേക്കെല്ലാം നിങ്ങൾക്ക് എത്താം. ഇവിടുത്തെ ബലിക്ക് വളരെ പ്രത്യേകതയുണ്ട്. കാരണം ഇടത് സൈഡിലുള്ള അച്ഛൻ വഴിയിലും വലത് സൈഡിലുള്ള അമ്മ വഴിയിലും 7 തലമുറയിലെ, അതും പിണ്ടമിരട്ടിക്കൊണ്ട് ദീപനാളങ്ങൾ അതിൻ്റെ മുകളിൽ കത്തിച്ച് വെച്ചുകൊണ്ടുള്ള ബലിയാണ്. അതിവിശേഷകരമാണ്. 200 രൂപയാണ് ചാർജ് ചെയ്യുന്നത്. നിങ്ങൾ കരുതും നിങ്ങളുടെ അടുത്തൊക്കെ പോയിട്ട് അരി നനച്ചിട്ടു, അങ്ങനെയല്ല ചെയ്യേണ്ടത്. കൃത്യമായിട്ട് ചെയ്ത് നോക്കി അതിൻ്റെ പുണ്യം നിങ്ങൾക്കുണ്ടാവും. ഇതിൻ്റെ വീഡിയോ ഇതോടൊപ്പം കാണിക്കുന്നു. അപ്പോൾ ധൈര്യമായിട്ട് വരിക. സനാതന ധർമ്മ സംഘത്തിൻ്റെ നേതൃത്വത്തിൽ എല്ലാ ജില്ലകളിൽ നിന്നും യാത്രാ ബസ്സുകൾ സൗകര്യങ്ങൾ ഒരുക്കിയിട്ടുണ്ട്. ഈ രാത്രി മുഴുവൻ ഇവിടെ ഇരുന്ന് ഉറക്കൊളിച്ച് ഭഗവാനെയൊക്കെ സ്തുതിച്ച്, അതെല്ലാം ദേവതകളുടെ മുമ്പിലാണ് നമ്മളൊക്കെ ഇരിക്കുന്നത്. അങ്ങനെ ഇത്രയും വലിയ ദേവഭൂമിയിൽ എല്ലാവർക്കും തുല്യത നൽകുന്ന, അയിത്തമോ അനാചാരമോ അന്ധവിശ്വാസമോ തുള്ളലോ ചാട്ടമില്ലാത്ത ഈ ദേവഭൂമിയിൽ നിങ്ങളെല്ലാവരും വന്നിരുന്ന് ഭഗവാന്മാരെയൊക്കെ സ്തുതിച്ച് പ്രാർത്ഥിച്ച് ജീവിതം തിരികെ പിടിക്കാൻ പറ്റുന്ന ഏറ്റവും നല്ല ദിവസമായിട്ടാണ് മഹാശിവരാത്രി ദിവസം കടന്നു വരുന്നത്. അപ്പോൾ ഉദയം മുതൽ അടുത്ത ഉദയം വരെ, ഇവിടെ അടുത്ത ഉദയം ആകുമ്പോൾ മാത്രമേ ഭഗവാന് ധാരയ്ക്ക് കോരുള്ളൂ. അല്ലാതെ ഇവിടെ ബലി ആരംഭിക്കുന്നതും പുലർന്നാലേ ചെയ്യുള്ളൂ. മറ്റുള്ള ക്ഷേത്രങ്ങളിൽ കാണിക്കുന്ന പോലെയൊന്നുമല്ല. നമുക്ക് എല്ലാം മഹർഷിമാർ കാണിച്ചു തന്ന യഥാർത്ഥ ഈശ്വരയുടെ പുണ്യം നിങ്ങളിലേക്ക് എത്തിക്കുക എന്ന ധർമ്മമാണ് ഞാനിവിടെ നിറവേറ്റിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഈ മഹാശാസ്ത്രം നിങ്ങൾക്കും പഠിച്ചെടുക്കാം. ധൈര്യമായിട്ട് ജ്യോതിഷം പഠിക്കാനുള്ള വഴിയിലേക്ക് വരിക. അതുപോലെ പ്രശ്നപരിഹാരങ്ങൾ, നിങ്ങളുടെ വീടുകളിൽ ഉണ്ടാകുന്ന എന്തൊരു പ്രശ്നമാണെങ്കിലും പറയുന്ന 4 കാര്യം: ധർമ്മദേവതാ പ്രീതി, പിതൃപ്രീതി, വീടിൻ്റെ വാസ്തു ശരിയാക്കുക, ബാധാദോഷങ്ങൾ ആവാഹിച്ചു മാറ്റുക. ഈ 4 കാര്യം ചെയ്ത് ഏതൊരാൾക്കും ജീവിതം തിരിച്ചു പിടിക്കാം. അതിനുവേണ്ടി നിങ്ങൾ ഈ മഹാശിവരാത്രി ദിവസത്തിലേക്ക് വരിക. ഇവിടെ പ്രണവമലയിലെത്തിയിട്ട് ഇവിടുത്തെ കാഴ്ചകൾ കാണുക. ധൈര്യമായിട്ട് ഒരു യഥാർത്ഥത്തിലുള്ള മഹാശിവരാത്രി ആചരണത്തിലേക്ക്, പ്രണവമലയിലേക്ക് എല്ലാവരെയും സ്വാഗതം ചെയ്യുന്നു. അപ്പോൾ യഥാർത്ഥത്തിലുള്ള മഹാശിവരാത്രിയുടെ ഐതിഹ്യം തിരിച്ചറിയുക.